സലമ റളിയല്ലാഹു അൻഹു കണ്ണ് ഇങ്ങനെ മേൽപോട്ട് അത് തുറന്നു കിടക്കുകയാണ്. കണ്ണ് പൂട്ടിയിട്ടില്ല, കണ്ണ് പൂട്ടാതെ കിടക്കുകയാണ്. എന്നിട്ടോ കണ്ണ് അടച്ചിട്ടില്ല. കണ്ണ് അടക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മയ്യത്തിന്റെ കണ്ണ് അടപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, റൂഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, അതാർക്കും പറഞ്ഞൂടാ. ഈ റൂഹ് എന്ന് പറയുന്നത് ആ റൂഹ് ഒരാളിനെ പിടിക്കപ്പെട്ടാൽ, നമ്മളെ ബാപ്പാൻ്റെത് പിടിച്ചു, എൻ്റെ ഉമ്മാൻ്റെത് പിടിച്ചു, എൻ്റെ മോൻ്റെത് പിടിച്ചു, നിങ്ങളതും അങ്ങനെ പിടിച്ചു, പലരെയും പിടിച്ചു കൊണ്ടുപോയി. അവർ റൂഹ് പിടിക്കപ്പെട്ടാൽ അവന്റെ കണ്ണതിനോട് തുടരുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ അബൂ സലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അട്ടഹാസിക്കാൻ തുടങ്ങി. മരണം ഇത്ര ഭയാനകരമാണ്, ആ റൂഹിനെ പിടിക്കാനുള്ള മലക്ക് വന്ന് കൊണ്ടുപോകുന്നത് നോക്കുകയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണത്. നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണ് മേൽപോട്ടാൻ, അടിയിൽ നിന്ന് പോകുന്നത് മൂർനാവിലൂടെയാണ് പോകുന്നത്. കണ്ണുകൊണ്ട് നോക്കിയാൽ പിന്നീട് ആ കണ്ണ് അടക്കാനുള്ള ജീവനില്ല, ജീവൻ നഷ്ടപ്പെട്ടു പോയി. ജീവൻ ഉണ്ടാകുമ്പോഴാണ് കണ്ണടക്കാൻ നമുക്ക് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ കണ്ണടക്കാൻ സാധ്യമല്ല. കണ്ണിങ്ങനെ തുറന്നിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതെങ്ങോട്ടാണ് റൂഹിനെ കൊണ്ടുപോകുന്നത് നോക്കിയാൽ. മഹാനായ താഴ്വയുണ്ട്, കുഞ്ഞു മുഹമ്മദ് മൗലവി നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹം ഈ സംഭവം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി അബൂ സലമത്തിനെ കാണുന്നതാ. എന്തോ ഒരു ഹൃദ്യമായ രീതിയിൽ അദ്ദേഹം പറയുന്നറിയും, അവക്കുള്ള കണ്ണപ്പോൾ തുറന്നിരിക്കുന്നതാ. അള്ളാന്റെ റസൂല് ചെന്നപ്പോൾ അബൂ സലമയുടെ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഉടനെ പിടിച്ചടച്ചിട്ട് തോഹ പറഞ്ഞത്, റൂഹ് വിടയാ പോകുന്നതാ നോക്കുന്നത്. ഈ ഹദീസിന് ഇത്ര മനോഹരമായി കവിതയിലൂടെ ഇനി അർത്ഥം പറയാൻ മറ്റൊന്നില്ല. തറവറിയ എല്ലാം ഉൾക്കൊണ്ട അർത്ഥമാണ് മഹാനായ താവ പറഞ്ഞത്. അപ്പോൾ അത് നോക്കും. ഇങ്ങനെ കാണുന്ന മനുഷ്യന്റെ മയ്യത്ത് തന്നെയുമല്ല, മയ്യത്തിന്റെ മുഖം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ മുഖം പല ആളുകളും കാണാൻ താല്പര്യപ്പെടുമോ? സാധാരണയായി ഇന്നിപ്പോ നമ്മള് മയ്യത്ത് പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. എന്നാൽ ആ പൊതുദർശനത്തിലെ ചില പൊരുത്തക്കേടുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മയ്യത്ത് തുറന്നിട്ട് കൊടുക്കുമ്പോൾ ആളുകൾ വന്നിങ്ങനെ പൊതുദർശനത്തിന് വെച്ച് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എന്ത് പുണ്യമാണുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏത് മുഖം കാണുന്നതെന്നറിയോ? ഒരു പക്ഷെ ഇങ്ങനെയുള്ള മുഖം. മറ്റൊന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ ഫൈദാ മാതൽ ഇൻസാൻ ഉമ്മിദ വശുദ്ദ ലഹിയാഹു ബിഅസാബ വസുതിറ ജമീഉ ബദനിഹി ബിസൗബിൻ ഖഫീഫ് വനുദിയത് സിയാബുഹു വവുജ്ജിഹൽ ഖിബല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരാൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഫൈദാ മാതൽ ഇൻസാൻ ഉമ്മിദ, കണ്ണ് പൂട്ടി കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. അത് തുറന്നിടരുത്. അവന്റെ താടി പിടിച്ചുകൊണ്ട് അവന്റെ തലയിലേക്ക് കെട്ടണം. അവസാനിച്ചില്ല. അവന്റെ ശരീരമാസകലം മൂടിയിടണം. ആ മൂടിയിടുന്ന വസ്ത്രം അത് വളരെ നേരിയതാവണം. പിന്നെയോ മരിച്ചപ്പോൾ അവനിട്ട വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റണം. പിന്നെയോ കിബിലയുടെ ഭാഗത്തേക്ക് അവനെ കടത്തണം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ പലരും ചെയ്യാറില്ല. ചില സ്ഥലത്തൊക്കെ ഈ മയ്യത്തുകൾ കാണുമ്പോൾ കുപ്പായ കെട്ടിങ്ങനെ കിടക്കുന്നുണ്ടാകും, കുപ്പായമിട്ട് കിടക്കുന്നുണ്ടാകും. അറിയാത്തത് കൊണ്ടാണത്. മഹാന്മാര് പഠിപ്പിച്ചത് താടി പിടിച്ചുകൊണ്ട് തലയിലേക്ക് കെട്ടണമെന്നാണ്. അതുപോലെ ആകെ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടിയിടണമെന്നാണ്. അവൻ ധരിച്ച വസ്ത്രങ്ങളെ കഴിച്ചു മാറ്റണം. മഹാനായ താഴ്വ അതും വളരെ വളരെ അർത്ഥഗർഭമായ ഒരു രീതിയിലുള്ള ഹദീസാണെങ്കിലും ഈ വിഷയങ്ങളാണെങ്കിലും ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാറ്റേണ്ടതാണ് ധരിച്ചിരുന്നവയൊക്കെയും, മൂടേണ്ടത് മറ്റൊന്നിനാൽ ജസദൊക്കെയും. ഇത്രമാത്രം അർത്ഥം ഉൾക്കൊണ്ടുന്ന ഞങ്ങൾ എല്ലാം ധരിച്ചിരുന്നവയൊക്കെയും മാറ്റണം. അത് മാറ്റാതെ കിടത്തരുത്. തന്നെയുമല്ല, ഒരൊറ്റ തുണി കൊണ്ടവനാകെ മൂടിയിടണം. ഇതൊക്കെ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ജനാപത്തുള്ള ആളുകൾ അവിടെ ഉണ്ടോ? മരണമാസന്നമായവൻ്റെ അടുത്ത്
ഉമ്മാന്റെ അടുത്ത് ഋതുമതികളായ പെണ്ണുങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ മാറിക്കൊടുക്കണമെന്നാണ്. എന്താ കാര്യം? ഇങ്ങനെയുള്ള ആളുകൾ മരണമാസന്നമായി കിടക്കുമ്പോഴേ ഒരാൾ ജനാപത്ത് കുടിച്ചിട്ടുള്ള വലിയ ശുദ്ധിയുള്ള ആണും പെണ്ണും ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കരുത് എന്നാണ്. മരണമാസന്നമായി കിടക്കുന്നവരുടെ അടുത്ത് നിൽക്കരുത് എന്നാണ്. ഋതുമതികളായ പെണ്ണുങ്ങളും അതുപോലെ ജനാപത്തുള്ള ആളുകളും നിൽക്കാതിരിക്കണം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരുടെ അടുത്തേക്ക് മയ്യത്തിലൊക്കെ ഇങ്ങനെ മയ്യത്തിന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല്ല. എന്താ കാരണം? അവന്റെ അടുത്ത് മോളുണ്ട്, അവൾ ഋതുമതിയുള്ള പെണ്ണാണ്, അല്ലെങ്കിൽ മോനുണ്ട്, അവൻ കുളിക്കാത്തവനാണ്. ഇങ്ങനെയുള്ള ആളുകളൊന്നും അവിടെ നിൽക്കരുത് എന്നാണ്. താവത് പറയുന്നുണ്ട്, ഹൈനുള്ള സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ, അവിടെ നിൽക്കൽ തന്നെ മക്റൂഹുള്ളതാ, അവിടെ നിൽക്കരുത് എന്നാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് മയ്യത്ത് മരണപ്പെട്ട് കിടന്നാൽ പിന്നീട് നമ്മൾ പൊതുദർശനത്തിന് വേണ്ടി വെക്കുന്നത് ഇങ്ങനെയുള്ള മയ്യത്തുകളാണ്. എന്താ ചെയ്യേണ്ടത്? ഒരാൾ മരണപ്പെട്ടാലും പൊതുദർശനത്തിന് വേണ്ടി മുഖം മൂടിയിട്ടിടേണ്ട ഒരു മയ്യത്തിന്റെ മുഖം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കാണാവുന്നതാണ്. ഇന്നൊരു ഫൈസർ സംസ്കാരമുണ്ട്. വൽ അസ്ലു അന്ന വജ്ഹൽ മയ്യിത്തി യുഗത്താ, മയ്യത്തിന്റെ മുഖം മൂടിയിടേണ്ടതാണ്. അത് മൂടിയിടേണ്ടതാണ്. എന്നാൽ വയജൂസു കശ്ഫുഹു ലിതഖബീരിൻ മുന്നളിരി, അത്യാവശ്യമായി ആർക്കെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം, ഒന്ന് ചുംബിക്കണമെങ്കിൽ ബന്ധപ്പെട്ടവർ ഒന്ന് നോക്കാവുന്നതാണ്. പൊതു ആളുകൾക്ക് വേണ്ടി അങ്ങനെ പഞ്ചായത്തായിട്ട് ഇട്ടു കൊടുക്കണ പണിയല്ല ഈ പറഞ്ഞത്. അവന്റെ ബന്ധപ്പെട്ട ആളുകളെ കണ്ണുകൾ കാണാം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സഹാബത്തൊക്കെ ഖദ് കശഫു അൻ വുജൂഹി ബഅദിൽ മൗതാ മിനൽ മുസ്ലിമീൻ, ചില മുസ്ലിങ്ങളൊക്കെ ഒന്ന് മരിക്കുമ്പോഴേ മുഖം കണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, മൊത്തം പറഞ്ഞാൽ ഇത് പുണ്യമില്ലാത്തൊരു കാര്യമാണ്. ചെയ്താൽ ജായിസാണ്, വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു മയ്യത്ത് കാണുന്നതിൽ ഒരു പുണ്യവും ഇല്ലെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് മരണപ്പെട്ടു, എൻ്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആ മുഖം ഒന്ന് മുഖത്തിൽ നിന്ന് തുണിയൊന്ന് മാറ്റി, എന്നിട്ട് ഞാൻ കരഞ്ഞു. അല്ലാഹു റസൂൽ എന്നെ തടഞ്ഞില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, പ്രവാചകന്റെ മുഖത്ത് ചുംബിച്ചു. മഹാനായ പ്രവാചകനോ ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു അൻഹു മുഖത്ത് ചുംബിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട ഒരു ഉമ്മയോ ഉപ്പയൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാലോ ഒരു മയ്യത്ത് ഇങ്ങനെ തുറന്നിട്ട് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? അത് തെറ്റാണ് എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. നോക്കി ഇങ്ങനെ നിൽക്കരുത്. ഇത് പറയുന്നത് മൂടിയിട്ട മയ്യത്തിന്റെ മുഖം എടുത്തൊന്ന് നോക്കുന്നതാണ്. അതിങ്ങനെ തുറന്നിടുന്ന വിഷയമല്ല പറഞ്ഞത്. തുറന്നിടുന്ന മയ്യത്തിനെ നോക്കലും അത് പ്രത്യേകമായി മഹാന്മാര് പഠിപ്പിച്ചതാണ്. അത് കറാഹത്താണെന്നാണ്. എന്താണെന്നറിയോ? ഒരു മരിച്ചവന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല. അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കരുത്. അതുപോലെ തൂങ്ങി മരിച്ച ആളുകളുണ്ടാവും, ആ തൂങ്ങി നിൽക്കുന്ന രംഗങ്ങളൊന്നും കാണരുത് എന്നാണ്. അതൊന്നും കാണാൻ പാടില്ല എന്നാണ്. ഈ നോട്ടം മരണപ്പെട്ടവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കരുത്. അല്ലെങ്കിൽ കുരിശിൽ നാട്ടപ്പെട്ടവൻ, തൂങ്ങി മരിച്ചവൻ, അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ മൃതദേഹങ്ങൾ പൊന്തിക്കിടക്കുന്ന അതിങ്ങനെ നോക്കി നിൽക്കരുത് എന്നാണ്. നോക്കി നിൽക്കാൻ പാടില്ല, അത് നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൃതശരീരങ്ങൾ ഒരാളെ പോയി കാണുമ്പോഴുണ്ടാകുന്ന അതിലുണ്ടാകുന്ന ചില പൊരുത്തക്കേടുകളുണ്ട്. ഒരു പൊരുത്തക്കേട് തമ്മിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ അന്യ ഒരു പുരുഷന് അന്യ ഒരു പെണ്ണിന്റെ മുഖം കാണിച്ചു കൊടുക്കൽ ഹറാം, കാണാൻ പാടില്ല. ഏതാ അന്യ പുരുഷൻ അറിയും?
അന്യപുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയൽവാസി, അതുപോലെ തന്നെ മറ്റുള്ളവർ, സ്നേഹിതന്മാർ, സ്നേഹിതകൾ, ഇവരൊക്കെ തന്നെയാണ്. ഈ കാണുന്ന ആളുകൾ സ്വന്തം ഒരു അയൽവാസിയായ ഒരാണിന് അയൽവാസിയായ പെണ്ണിന് മുഴുവൻ കാണാൻ പാടുള്ള ഹറാമാണ്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾ? ജീവിതകാലത്ത് നോക്കൽ ഹറാമല്ല, അത് മരണപ്പെട്ടത് കൊണ്ട് മുറിഞ്ഞു പോവില്ല എന്നാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പല മരിച്ച വീടുകളും പോകുമ്പോൾ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണിനെ കാണാൻ വേണ്ടി കയറി പോകുന്നു. ഒരു പെണ്ണ് മരണപ്പെട്ടാൽ ആണുങ്ങൾ കാണാനും ആണിനെ കാണാൻ പെണ്ണുങ്ങളും നാനാ ജാതി എല്ലാവരും വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹറാമാണ്. ഒരു അമുസ്ലിമായ ആണിന് മുസ്ലിമായ മനുഷ്യനെ കാണാം. ഒരു അമുസ്ലിമായ പെണ്ണിന് മുസ്ലിമായ പെണ്ണിനെ കാണാം. ചില ഇടങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ചില ആളുകൾ അന്യമതസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെയില്ല. പെണ്ണിന്റെ മൃതശരീരം അന്യമതസ്ഥരായ ഏത് പെണ്ണിനും കാണാം. ഒരു ആണിന്റെ മൃതശരീരം ഏത് ജാതിയിൽപ്പെട്ട ആണുങ്ങൾക്കും കാണാം, യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഹറാമായ നോട്ടങ്ങൾ അന്യ പെണ്ണിനെ പുരുഷനെ പെണ്ണും കാണുന്ന രംഗം ഇഷ്ടം പോലുണ്ട്. മക്കളാണെങ്കിലും ഒക്കെ, പേരമക്കളാണെങ്കിലും ഒക്കെ, ഏതോ വകയിലൊരു കുടുംബാണ്, നോ പറ്റൂല എന്നാണ്. കാരണം എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ഹറാമും മരണപ്പെട്ടത് കൊണ്ട് മുറിഞ്ഞു പോവില്ല. അതുകൊണ്ട് പൊതുദർശനത്തിന് വെക്കല് ഹറാം. അവരെങ്ങനെ പൊതുദർശനത്തിന് വെച്ചു കൊടുക്കരുത്. ചിലവർ ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ, കാണാനുണ്ടോ എന്ന് ചോദിക്കുക. എന്തിനാണ് ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യം? ഇത് കാണുന്നതിൽ എന്ത് പുണ്യമാണുള്ളത്? ഒരു പുണ്യമില്ലല്ലോ, ഒരു പുണ്യവുമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ മയ്യത്തുമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ നല്ലോണം ശ്രദ്ധ കൊടുക്കണം. മുഖം ഇങ്ങനെ പിടിച്ച് താടിയിലേക്ക് കെട്ടിയിരിക്കുകയാണ്, മൂക്കിലൊക്കെ പഞ്ഞി വെച്ചുകൊണ്ട് കിടക്കുകയാണ്, വയറ് ഊർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ പെട്ടെന്ന് ഊർക്കുന്നത് അവന്റെ വയറാണ്. അതുകൊണ്ടാണ് മയ്യത്തൊക്കെ പെട്ടെന്ന് മറമാറണമെന്ന് പറയുന്നത്. ആ മയ്യത്തിന്റെ വയറ് ഊർക്കാതിരിക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. മരണപ്പെട്ടു പോയി കിടക്കുന്നവന്റെ വയറിന്റെ മുകളിൽ എന്തെങ്കിലും കനം വെക്കാറുണ്ട്. എല്ലായിടത്തും അതുണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാം. മഹാന്മാര് പറയുന്നുണ്ട്, മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ വയറ്റിന്റെ മുകളിൽ വെക്കണം. ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ അടിയിലോ വെക്കണം. കനമുള്ള എന്തെങ്കിലും വെക്കണം. ഒരാൾ മരിച്ചു കിടന്നാൽ അവന്റെ വയറിങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. അത് പൊന്തിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ കനമുള്ള എന്തെങ്കിലും വെക്കണം. എന്താ വെക്കേണ്ടത്? മിൻ ഹദീദ്, ഇരുമ്പാണ് ഏറ്റവും നല്ലത് വെക്കാൻ. ഫൈൻ ഫഖീദ, ഇരുമ്പിന്റെ താക്കോലിന്റെ മറ്റൊന്നും ഇരുമ്പൊന്നും ഇല്ലാതെ വന്നാൽ പച്ച മണ്ണ് അത് കുഴച്ചുകൊണ്ട് വെക്കണമെന്നാണ്. എന്താ കാരണം എന്നറിയോ? എന്താ ഇരുമ്പ് വെക്കണത്? എന്തിനാ പച്ചമണ്ണ് വെക്കണത്? വീർക്കലിനെ ഏറ്റവും തടയുന്നത് ഇരുമ്പാണ്. ഇരുമ്പിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ചില ചാവി താക്കോലുകളൊക്കെ വാറ്റത് വെക്കണത് നമ്മൾ. അതേപോലെ തന്നെ ആ വയറ്റിന്റെ മുകളിൽ വെക്കുമ്പോഴേ ഇങ്ങനത്തെ വെക്കുന്നത് അതിൽ പ്രത്യേകമായ രഹസ്യങ്ങളുണ്ട്. താഴെ ഇങ്ങനെ പറയുന്നുണ്ട്, വയറിന് മുകളിൽ ചെറിയ ഭാരം വെക്കണം, വീർക്കാതിരിക്കാൻ വേണ്ടിയാണെന്നോർക്കണം. എന്തോ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ. ഇരുമ്പിന്റെ കഷ്ണത്തിനതിൽ മുൻഘടനയാ, പിന്നീട് സ്ഥാനം പച്ചമണ്ണിന് തന്നെയാ. ഇരുമ്പിന്റെ കഷ്ടമാണ് മരണപ്പെട്ടവന്റെ വയറ്റിന് മുകളിൽ വെക്കേണ്ടത്. അത് എങ്ങനെയുമാവാം, തുണിക്കടിയിലാവാം, മുകളിലാവാം. അതുകൊണ്ട് ഈ വയറിന്റെ മുകളിൽ അവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. സ്വാഭാവികമായി ഞാനൊരു മയ്യത്തിന്റെ അടുത്ത് പോയി, അങ്ങാടിയിലേക്ക് പോയതാണ് ആ മയ്യത്ത്. ആ മനുഷ്യൻ പെട്ടെന്ന് അവിടെ നിന്ന് അറ്റാക്കായോണ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നു വീട്ടിലേക്ക് കിടത്തുമ്പോൾ ഞാൻ അവിടെ പോയി കുപ്പായം അത് ഊരാൻ പറ്റാത്ത അവസ്ഥ വന്നു. കത്രി കൊണ്ട് ആ കുപ്പായം മുറിച്ചു. ആ കുപ്പായം മുറിച്ച് ഒഴിവാക്കുമ്പോൾ ഒരു ഖനമുള്ള സാധനം അതിൽ നിന്ന് വീണു. ഏതാ ഗുണമെന്നറിയാം? പൂട്ടിയിട്ട് വീട്ടില് മേശയൊക്കെ പൂട്ടിയിട്ട് പോയതാണ്. സാധനം പൈസയൊക്കെ ഉണ്ടാവില്ലേ മേശയില്, അതൊക്കെ പൂട്ടിയിട്ട് ത്രാവി കീശയിട്ട് അങ്ങാടിക്ക് പോയതാണ്. അത് വീണപ്പോൾ ഞാൻ അതെടുത്തിട്ട് ആ മനുഷ്യന്റെ തന്നെ വയറ്റിന്റെ മുകളിൽ ഞാൻ വെച്ചു. ഏതാ ചാവി എന്നറിയൂ? അങ്ങാടിക്ക് പോയപ്പോ കീശയിട്ട് പോയതാണ്.
അതാണ് ആ ചാവി എടുത്തിട്ടാണ് അതേ മനുഷ്യന്റെ മയ്യത്താവുന്ന ആ മനുഷ്യന്റെ മുകളിൽ വെക്കുന്നത്. എത്ര വലിയ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നറിയില്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ള ഏർപ്പാട് അത് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത്. മുമ്പ് അങ്ങനെ ഒരു ഏർപ്പാടൊന്നുമില്ല. എന്തിനാണ് ഈ പൊതുദർശനത്തിന് വെക്കേണ്ട ആവശ്യം? നിങ്ങൾ പറ. നമ്മളൊക്കെ അങ്ങാടിയിലേക്ക് ഒരു മനുഷ്യനുള്ള ഒരാളുള്ള ഇടത്തേക്ക് നമ്മൾ പോകുമ്പോൾ എത്ര വലിയ ശ്രദ്ധയോടെയാണ് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്തു, പിന്നെയും മുഖത്തേക്ക് നോക്കി, വീണ്ടും എന്തെങ്കിലും ഭംഗികേടുകൾ മുഖത്തുണ്ടോ എന്ന് നോക്കിയിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യനാണ്. എൻ്റെ മുഖം മറ്റൊരാളെ കാണുമ്പോൾ അത് നല്ല രീതിയിൽ കാണണം. മറ്റൊരാളെൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അഭംഗികളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ മയ്യത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരാളും താല്പര്യപ്പെടാത്ത ചില വിഷയങ്ങൾ, ചില രീതിയിലുള്ള ചില പൊരുത്തക്കേടുകൾ നമ്മൾ അതിലൂടെ മനസ്സിലാക്കണത്. മഹാനായ സയ്യിദ് ബാഫഖി ഖുദ്ദിസ സിർറു, മഹാനുഭാവന് ഇഷ്ടം പോലെ മക്കളാണ്. അവരോട് പറഞ്ഞു, മക്കളെ, മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് എല്ലാവരും വന്ന് കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതൊരു വസിയത്തായിരുന്നു. മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ വേണ്ടി നാനാജാതി ആളുകൾ, ആണും പെണ്ണും വരും. മുഖ്യമന്ത്രി വരും, മന്ത്രിമാർ വരും. അതിൽ ജാതി മത വ്യത്യാസമില്ല, ആണും പെണ്ണും ഉണ്ടാകും. എങ്ങനെയാണ് അവരോട്, നിങ്ങളെ സ്നേഹിച്ചിരുന്നവരോട് നിങ്ങളെ മുഖം ഒന്ന് കാണട്ടെയോ എന്ന് പറഞ്ഞ് യാചന നടത്തുമ്പോൾ എങ്ങനെ ഞങ്ങൾക്കത് തടയാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ബാഫഖി തങ്ങൾ പറഞ്ഞത്, എന്നെ കഴിയില്ലെങ്കിൽ ഒക്കെ ഞാനൊന്നും ഇല്ലാത്തയിടത്തേക്ക് ഞാൻ പോയിക്കോളാ എന്ന് മഹാനായ ബാഫഖി തങ്ങൾ പറഞ്ഞത് അവിടെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. മക്കയിൽ പോയി ഒരാളും ഒരു അന്യ പെണ്ണും ആ മൃതശരീരം കണ്ടില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകൾ മാത്രം കണ്ടു എന്നുള്ളതാണ്. ഇങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കഥ മരണപ്പെട്ടപ്പോൾ അധികമൊന്നും മുഖം കാണിച്ചു കൊടുത്തില്ല. എന്താണെന്നറിയും നിങ്ങൾ, ഈ മുഖം കാണിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേക പുണ്യമില്ല, എന്നാൽ ജായിസാണ്. എന്നാൽ അടുത്ത ആളുകൾക്കൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് കാണാനും ചുംബിക്കാനും ഒക്കെ. ആരും മരിച്ചാലും അവിടെ പോയി മുഖം കാണലാണ് വലിയ ഒരു മയ്യത്തിനോടുള്ള കടമ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. മരിച്ചിട്ടൊന്നും പോയില്ലല്ലോ എന്ന് പറയും. അതല്ല ചെയ്യേണ്ടത്. അവിടെ പോയി മയ്യത്ത് കാണുന്നതിൽ സുന്നത്ത് പോലുമില്ല. എന്നാൽ ഒരു പക്ഷെ മയ്യത്ത് നമ്മൾ ആ മുഖം കാണാൻ ഇഷ്ടപ്പെടില്ല. അവന്റെ മൂക്കിലെ പഞ്ഞി മുഴുവനും രക്തം നിറഞ്ഞതാണ്. അവന്റെ വായിലൊരു പക്ഷെ വെള്ളം ഒഴുകുന്നുണ്ടാകും. ഇങ്ങനൊരു വികൃതമായ മുഖം കാണാൻ ആരാണ് താല്പര്യപ്പെടുന്നത്? ഒരു മയ്യത്തിനോട് ചെയ്യുന്നൊരു മര്യാദ കാണാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. കാരണം എല്ലാവർക്കും വരുന്നവരെ കാണിച്ചു കൊടുക്കാറ്, എല്ലാവരും ആഗ്രഹിക്കുന്ന മുഖം നന്നാവണമെന്നാണ്. ഈ ഒരു മുഖം കാണുമ്പോൾ ആർക്കാണ് അതിനോട് താല്പര്യമുണ്ടാകുന്നത്? ഇങ്ങനൊരു മുഖം കാണാൻ നമ്മൾ താല്പര്യപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് മരിച്ചുപോയ മനുഷ്യന്മാരെ പൊതുദർശനത്തിന് വെക്കുന്നതും. എല്ലാവരും കണ്ട, ആണും പെണ്ണും എല്ലാവരും കണ്ടുകൊണ്ട് എന്ത് അർത്ഥമാണ് അതിലുള്ളത്? ജീവിതകാലത്ത് മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ, സന്തോഷത്തോടെ നോക്കാൻ പോലും താല്പര്യപ്പെടാത്തവർ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ ആ മയ്യത്തിന്റെ മുഖം പോയി കാണാൻ അതിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം മറക്കുമ്പോൾ ഒരു ചോദ്യം, ആരെങ്കിലും ഉണ്ടോ, കാണേണ്ടവരുണ്ടോ എന്നുള്ളത്. ഇതൊരു കാണാനുള്ള വസ്തുവാക്കി മാറ്റുന്നത് ഈ മനുഷ്യനോട് ചെയ്യുന്ന ഒരു അനാദരവാണ്. ഇന്ന് ഫ്രീസറിലാണ് കൊണ്ടുപോയി വെക്കുന്നത്. മൂടിയിടേണ്ട ശരീരം അത് മുഖം തുറന്നിട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ ഭയങ്കരമായ തെറ്റല്ലെങ്കിലും ഒരു മയ്യത്തിനോട് ചെയ്യുന്ന വിഷയങ്ങളാണ്, മര്യാദക്കേടുകളാണ്, പൊരുത്തക്കേടുകളാണ്. അതുകൊണ്ട് മയ്യത്തിന്റെ ഈ പൊതുദർശനത്തിന്റെ ചില പൊരുത്തക്കേടുകൾ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ആളുകൾ താല്പര്യപ്പെടൂല. എന്റെ മുഖം, നിങ്ങളുടെ മുഖം അങ്ങനെ കാണാൻ ആരെങ്കിലും താല്പര്യപ്പെടുമോ? അതുകൊണ്ട് ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ നോക്കും, നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടും സമാനമായ മരണവും കല്യാണവും. ഇത് രണ്ടും ഏകദേശം സൈമാണ്. സാധാരണ നമുക്കറിയാവുന്നതാണ്. കാരണം അറിയോ, ഒരാള് കല്യാണം കഴിക്കുമ്പോൾ ഒരു പുതിയാപ്പിളയാണ്, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ഒരു മയ്യത്താണ്. രണ്ടും ഒരേ വ്യക്തിയാണ് താരം എന്നുള്ളത്. കല്യാണത്തിന്റെ താരം വന്നത് പുതിയാപ്പിളയാണ്, മരണപ്പെട്ടാനുള്ള താരം ഓർത്ത മയ്യത്താണ്. രണ്ടും സൈമാണ്. രണ്ടിനും ആളുകൾ കൂടുകയാണ്. രണ്ടിനും ആളുകൾ കൂടും. കല്യാണത്തിനും ആളുകൾ കൂടും, മരണപ്പെട്ടാലും ആളുകൾ കൂടും. ഒരാൾ ചോദിക്കും എപ്പോഴാണ് പുതിയാപ്പിള ഇറങ്ങുന്നത് എന്ന്, മറ്റേ അടുത്ത് ചോദിക്കും എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത് എന്ന്.
രണ്ടും ഒരേ സെയിമാണ്, ഒരേ ചോദ്യമാണ്. എല്ലാവരും അവിടെ നിന്ന് വസ്ത്രം മാറ്റിക്കൊടുക്കും. പുതിയാപ്പിള ഇറങ്ങുമ്പോ പുതിയാപ്പിള സ്വന്തം ഇട്ടിറങ്ങാറില്ല. അവനെ മാറ്റിച്ചോ എന്ന് ചോദിക്കും. ചിലവർ മാറ്റിച്ചോ എന്ന് ചോദിക്കും. എന്നാലോ മരണപ്പെട്ട കൂട്ടിലെ കഫൻ ചെയ്തോ എന്ന് ചോദിക്കും. ഇത് പറ്റ വിവിധയുള്ള വസ്ത്രങ്ങളാണെങ്കിൽ, വ്യത്യസ്ത രൂപങ്ങളാണെങ്കിൽ ഇത് ഒരേ നിറമാണ്, വിലപിടിപ്പില്ലാത്തതാണ്. പുതിയാപ്പിള ഇറങ്ങിയപ്പോൾ വിലപിടിപ്പുള്ള പളപ്പളപ്പുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായ വസ്ത്രം. ഈ വസ്ത്രമാണ് ഇവനെ പൊതിയാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണുള്ളത്. ഇറങ്ങുകയാണ്. ഒന്ന് മയ്യിത്ത്, ഒന്ന് പുതിയാപ്പിള. രണ്ട് സമയത്തും അവന്റെ കുടുംബം കരയും. ഒന്ന് കരയുന്നത് സന്തോഷത്തോടെ പുതിയാപ്പിള ഇറങ്ങുമ്പോഴുള്ള കരച്ചിലാണ്. ഉമ്മയും ഉപ്പയും കരയും, അതുപോലെ മറ്റുള്ള ബന്ധപ്പെട്ടവരും കരയും. എന്നതുപോലെ മയ്യിത്ത് ഇറങ്ങുമ്പോഴും ഇതേ കരച്ചിലാണ്. എന്നിട്ടോ ഒന്ന് രണ്ടും ഒരേ ആള് രണ്ടും പുതിയ ജീവിതത്തിലേക്ക് പോവാൻ. ഏതാ പുതിയ ജീവിതം? ഒന്ന് പെണ്ണിനോട് ചേർന്ന് കിടക്കാനുള്ള ജീവിതമാണ്, അത് കല്യാണമാണ്. മറ്റൊന്ന് മണ്ണിനോട് ചേർന്ന് കിടക്കാനുള്ള വിഷയമാണ്, അത് മയ്യിത്താണ്. ഒന്ന് പോകുന്നത് മണിയറയിലേക്കാണെങ്കിൽ മറ്റത് പോകുന്നത് മണ്ണറയിലേക്കാണ്. ഒരാൾ പോകുന്ന ജീവിതത്തിന്റെ ആസ്വാദനത്തിനാണെങ്കിൽ മണിയറയിലേക്കാണെങ്കിൽ, മറ്റേ ആൾ പോകുന്നതും ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയൂ? കല്യാണത്തിന് ഒരുങ്ങാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇന്ന ദിവസം ഇത്രാം തീയതിയാണെന്ന് തീരുമാനിച്ചിരുന്നു. വ്യത്യാസം എല്ലാം സെയിം, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. മരണം എപ്പോഴാ പിടികൂടുന്നത് എന്നറിയാതെ പോയി. മരണം പിടികൂടുന്നത് അറിയാതെ പോയി. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈ വിഷയത്തിൽ മാത്രമാകുന്നത്. എന്തോ ഒരു അർത്ഥവർത്ഥായ കവിതകളാണ്. എത്ര ആളുകളെ ചെറുപ്പക്കാർ നേരം പെടുന്ന വൈകുന്നേരമാകുന്നു. പക്ഷേ ഓന്റെ കഫംപുറന്റെ കൂടിയില് ഓങ്ങനെ വലസാണ്, അതറിയില്ല. പുതിയാപ്പിള പോകുമ്പോ നേരത്തെ പോയി എടുത്തത്. ഇത് എടുക്കുന്നത് പുതിയാപ്പിളയുടെ ആഗ്രഹം അനുസരിച്ചല്ല, ആരോ കൊണ്ടുവരുന്ന തുണിയാണ്. ഇവൻ അതിൽ പ്രത്യേക റോളില്ല, കുടുംബത്തിന് റോളില്ല, എല്ലാവർക്കും ഒന്നാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പോകാൻ നിൽക്കാൻ. ഈ ദുനിയാവിന്റെ തണുപ്പിൽ നിന്ന് നീറ്റ് പോകുന്ന മനുഷ്യ, ഞാൻ നിന്റെ കൂടെ വരുന്നു, എന്റെ വിയർപ്പെന്ന് പറ്റിക്കോട്ടെ. ഇത്രയേ ഉള്ളൂ. ഒരു മയ്യിത്ത് നിന്നെ കൊണ്ടുപോകും. പിന്നെ ഈ കൊണ്ടുപോയി ചുമന്നോനും കൊണ്ടാ പോണത്. നിന്നെ കവറിലടയ്ക്കുമല്ലേ ഓനെ, നിങ്ങൾ കവറിലടക്കാതിരിക്കാൻ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ. അതുകൊണ്ട് ഈ കാണുന്ന മയ്യിത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇനിയും നമ്മൾ കുറെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നു, പൊതുദർശനം എന്നുള്ളത് നമ്മുടെ സംസ്കാരം അല്ല. നമ്മളെ ബന്ധപ്പെട്ട ഒരു കാണണ്ട എന്നല്ല. ഒരു മയ്യിത്ത് പോയാൽ കാണൽ പുണ്യം പോലുമില്ല. ഇത് നമ്മൾ ഒരു മയ്യിത്തിന് ഇത് പോയാൽ കാണലല്ല പ്രാധാന്യം, അവര് വേണ്ടി പ്രാർത്ഥിക്കലാണ്, ആ മയ്യിത്തിനെ പിന്തുടരലാണ്, പള്ളിക്കാടിലേക്ക് കൊണ്ടുവരലാണ്, മണ്ണ് വാരി ഇടലാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കലാണ്, അവരെ നിസ്കരിക്കലാണ്. ഇത് ചെയ്യുന്നതാണ് ഒരു മയ്യിത്തിനോടുള്ള കടപ്പാട്. അപ്പോഴേ പോലും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാർ.